നമ്മളെ ഒരുപാട് മനസ്സിലാക്കിയെന്ന് കരുതിയവർ നമ്മളെ മനസ്സിലാക്കാൻ നിൽക്കാതെ നമ്മുടെ വാക്കൊന്നും കേൾക്കാതെ നമ്മളെ വിട്ടകന്ന് പോവുക. ആ വിഷമം വളരെ വലുത് തന്നെയാണല്ലേ. ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്നതിനേക്കാൾ മനസ്സിൽ വേദനകൾ സൃഷ്ടിച്ചു പോകുന്നവർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വിരഹം, അല്ലെങ്കിൽ ബ്രേക്കപ്പ്, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ തേപ്പ്. എങ്ങനെ ഈ വേദനയെ അതിജീവിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഈ പെയിനിൻ്റെ ഇൻറ്റൻസിറ്റി പരിമിതമാക്കാം എന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇത്തിരി പോയിന്റാണ്, 10ഓളം വരുന്ന ഒരു കൂട്ടം പോയിന്റുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതെൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് കണ്ടു മനസ്സിലാക്കിയ എൻ്റെ അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. നമ്പർ 1, ആക്സെപ്റ്റ് ദ റിയാലിറ്റി. സത്യാവസ്ഥ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അംഗീകരിക്കാൻ ശ്രമിക്കണം. നമ്മളിപ്പോൾ ഒരാൾ വിട്ടുപോയിന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വിട്ടുപോയാൽ നമ്മൾ മനസ്സിലാക്കണം അവർ പോയി, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. നമ്മുടെ അർജുനൊക്കെ പറഞ്ഞാൽ വിട്ട് കളയണം, വിടാതെ പിന്തുടരുകയല്ല വേണ്ടത്, വിട്ടു കളയണം. ആ അവസരം നമ്മൾ പിന്നീട് വീണ്ടും 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 അയാളുടെ പിന്നാലെ പോയിട്ട് നമ്മളെ സ്വന്തം വില കളയുക, അല്ലെങ്കിൽ അയാൾക്ക് ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അധിപതിക്കുകയല്ല വേണ്ടത്. നമ്മൾ ആ കാര്യം അവിടെ കഴിഞ്ഞു, ഒരു കാര്യം കഴിഞ്ഞ് അവിടെ കഴിഞ്ഞു. പ്രണയത്തിന് മാത്രമാണ് അതവിടെ കഴിഞ്ഞു. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാലും, നമ്മളെ ഒരാൾ വിട്ടു പോയാൽ അത് വിട്ടു പോയത് തന്നെയാണ്, അല്ലാണ്ട് അയാളെ വീണ്ടും പോയി വിളിച്ച് കൊണ്ടുവരാ എന്നല്ല. നമുക്ക് നോക്കാം നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ നമുക്കൊരു പരിധി വരെ ഇങ്ങനെയൊക്കെ നോക്കാം. പക്ഷേ അതും കഴിഞ്ഞിട്ട് ആ ലിമിറ്റ് വിട്ടിട്ട് വീണ്ടും അങ്ങോട്ട് പോകുന്നത് ഒരിക്കലും നമുക്ക് സന്തോഷം സമ്മാനിക്കില്ല. അതും എപ്പോഴും വേദന മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ പോയിന്റാണ്, ഞാൻ മുമ്പ് വീഡിയോ ഉണ്ടാക്കിയ ഒരു ടോപ്പിക്കാണ് കണ്ണീരിന് ഉപ്പുണ്ടാവുന്നത് എന്തുകൊണ്ട് എന്നുള്ളൊരു വീഡിയോ ഉണ്ടാക്കി. പക്ഷെ അത് മാത്രമല്ലായിരുന്നു, എങ്ങനെ വേദന കുറക്കുന്നു എന്നുള്ളൊരു കണ്ടന്റ് കൂടി ആ വീഡിയോയിലുണ്ട്. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് മുകളിലിടാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലിടാം. നമ്മളൊരു റൂമിൽ തനിച്ചിരുന്നിട്ട് കരയുക, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ വിളിച്ച് അവരുടെ അടുത്ത് കരയുക, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് കരയുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ നമ്മളൊരു റൂമിൽ ക്ലോസ്ഡ് റൂമായിട്ട് ഒരു റൂമിൽ പോയിട്ട് ഇരുന്ന് കരയുക. കരച്ചിൽ ഒരുപാട് പെയിന് കുറക്കാൻ സഹായിക്കും. നമ്മുടെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് അല്ല കരച്ചിൽ, അതൊരു നമ്മുടെ കെമിക്കൽ അപ്രോച്ചാണ്. അതായത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന റിയാക്ഷൻസ് കാരണം നമ്മുടെ ഹോർമോൺസ് ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈ കരച്ചിൽ എന്നൊരു പ്രോസസ്സ്. ആണായാലും പെണ്ണായാലും കരച്ചിൽ ഒരിക്കലും ഒരു കുറ്റമല്ല, അതൊരു പ്രോസസ്സാണ്. നമ്മുടെ ജീവിതത്തിലെ ടെൻഷൻ കുറക്കാൻ, നമ്മുടെ പെയിന് കുറക്കാനുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് കരച്ചിൽ. നമ്മുടെ ഡിപ്രഷൻ പോലുള്ള ഒരുപാട് സാഹചര്യങ്ങളെ മറികടക്കാൻ കരച്ചിൽ വലിയ തോതിൽ സഹായിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പോയിന്റാണ്, ഡോണ്ട് ഫോളോ ദം. നമ്മളെ സ്നേഹിച്ച, അല്ലെങ്കിൽ നമ്മളെ വിട്ടു പോയവരെ, അവളെ അല്ലെങ്കിൽ അവനെ ഒരിക്കലും പിന്തുടരാൻ നോക്കരുത്. അതായത് വാട്സപ്പിൽ ഓൺലൈനിലുണ്ടോ, അല്ലെങ്കിൽ FBയിൽ എന്തെങ്കിലും പോസ്റ്റ് ഇടുന്നുണ്ടോ, വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നുണ്ടോ, ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുന്നുണ്ടോ, അല്ലെങ്കിൽ അവരിപ്പോഴേ ആരെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുവാണോ, അവരോട് ആരൊക്കെയാണ് കൂട്ടുകൂടുന്നത്, അവർ ആരോടൊക്കെയാണ് കൂട്ടുകൂടുന്നത്, അവർ ചിരിക്കുന്നുണ്ടോ, കരയുന്നുണ്ടോ, അവരെന്താണ് ചെയ്യുന്നത്, അവർക്ക് ഇപ്പോഴും പുതിയ ലവ് ഉണ്ടോ, അല്ലെങ്കിൽ അവർ ആരെങ്കിലും റിലേഷനിലാണോ, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകെട്ട് ആരൊക്കെയാണ് എന്നൊന്നും നമ്മൾ ഒരിക്കലും അന്വേഷിക്കാൻ പോകേണ്ടതില്ല. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ കൂടുതൽ അവരുടെ തോട്ട്സ് നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പണ്ടത്തെ ഓർമ്മകളൊക്കെ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്തരം പ്രവണതകളൊക്കെ തീർത്ത് ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ അവരുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺടാക്ട് ഉണ്ടെങ്കിൽ അത് ഫോണൊന്ന് ഡിലീറ്റ് ആക്കി കളയുക. അത് ഒന്നെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബുക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അല്ലാതെ ഈ ഫോണിൽ നമുക്ക് നമ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവും അവരെ ഓർത്തുകൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ അവരെ വിളിച്ചുകൊണ്ടിരിക്കാൻ. ഞാൻ ഇതിപ്പോഴെനിക്ക് പറയാൻ പോകുന്നത് എൻ്റെ ലവിനെ പറ്റിയല്ല, എൻ്റെ ഒരു പ്രണയത്തെ പറ്റിയല്ല. എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ അവളുമായിട്ട് ഭയങ്കര അടിയായിട്ട് ഒരിക്കലും ഒത്തുപോകാൻ പറ്റുന്നില്ല ഒരു രീതിയിലുണ്ടായിരുന്നു. അപ്പോഴേ അവളുടെ ഫോൺ നമ്പർ എൻ്റെ നിന്ന് ഡിലീറ്റ് ആക്കി ബ്ലോക്ക് ചെയ്തു. പിന്നെ ഒരുപാട് നാൾ കഴിഞ്ഞ് എനിക്കൊന്ന് വിളിച്ചാൽ കൊള്ളാം, അവളുടെ ഓർമ്മയുണ്ട്, അവളെ ഒന്ന് വിളിച്ചാൽ കൊള്ളാം, നല്ലൊരു കൂട്ടുകാരി ആയിരുന്നു എന്നപ്പോൾ തോന്നിയാലും എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. എങ്ങനെയാണ് എനിക്ക് നമ്പറില്ല, ഒന്നുമില്ല. അപ്പോൾ ഭാഗ്യത്തിന് അവൾ പണ്ടൊരിക്കൽ അയച്ച മെസ്സേജ് എൻ്റെ ട്രൂക്കോളറിൻ്റെ ബ്ലോക്ക്ഡ് ലിസ്റ്റിലുണ്ടായിരുന്നു. അത് വെച്ച് ഞാനങ്ങ് വിളിച്ചു. അതൊരിക്കലും ഒരു ക്രഷ് അല്ലെങ്കിൽ ഒരു എഫ്ഐആർ ആയിരുന്നില്ല, അതൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ആ നമ്പർ ഡിലീറ്റ് ആക്കി കളഞ്ഞ് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒരു ഫ്രണ്ട് എന്ന നിലയിലും പോലും വിളിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അപ്പോൾ എവിടെയെങ്കിലും വേണ്ടിക്കലും നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ വിട്ട് കളയണം, അങ്ങ് വിട്ട് കളഞ്ഞേക്കുക. ഇനി അടുത്തതാണ്, നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് നമ്മുടെ ഏറ്റവും അടുത്തൊരു ചങ്ങായി അല്ലെങ്കിൽ ചങ്കിനോട്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഫാമിലി മെമ്പറിനോട്, അമ്മയോട്, അച്ഛനോട്, അല്ലെങ്കിൽ സഹോദരനോട്, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റിനോട് അത് പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടിനോട് അത് പങ്കുവയ്ക്കുക. കാരണം നമ്മൾ എപ്പോഴും ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ ഉള്ളിലുള്ള
ആ ഭാരം ഇത്തിരി മിനിമൈസ് ആവും. നിങ്ങളുടെ എല്ലാം ഓപ്പൺ മൈൻഡഡ് ആയിരിക്കുക, അതായത് ഒന്നും ആരോടും ഒളിപ്പിച്ച് വെക്കാതിരിക്കുക. അങ്ങനെ ഒരു നേച്ചർ നിങ്ങൾ പിന്തുടരുക. പിന്നെ അടുത്താണ് മറ്റൊരു ആക്ടിവിറ്റിയിൽ, നിങ്ങൾക്ക് സമയം പോകാൻ പറ്റിയ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുക. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടിവിറ്റി, സൈക്ലിംഗ് ആവാം, സ്വിമ്മിങ് ആവാം, അല്ലെങ്കിൽ ഒരു ട്രിപ്പിംഗ് ആവാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്യുക. അപ്പോഴും നിങ്ങളുടെ കോൺസെൻട്രേഷൻ അതിലേക്ക് പോവുകയും മറ്റേതിനെ പറ്റി ആലോചിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഡീവിയേറ്റ് ആവും. അപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റിയിൽ നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ അങ്ങോട്ടേക്ക് പതിപ്പിക്കും. ആ ഒരു കാര്യം എങ്ങനെ പെർഫെക്റ്റ് പക്കയാകെ ചെയ്യാന്നുള്ള ഒരു ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ നോക്കുക. ഇനി അടുത്ത കാര്യമാണ് അവൾ അല്ലെങ്കിൽ നമ്മളെ വിട്ടു പോയവൻ അല്ലെങ്കിൽ അവൾ നമുക്ക് തന്ന എന്തെങ്കിലും സാധനം അല്ലെങ്കിൽ അവളുടെ മെമ്മറി നമ്മളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, അതായത് വല്ല ഗിഫ്റ്റ് അല്ലെങ്കിൽ അവളുടെ എന്തെങ്കിലും സാധനം. ചിലരുണ്ട് ചില കളക്ഷൻസ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ചിലരുണ്ട്. എൻ്റെ അടുത്തൊരു കളക്ഷൻ ആയിരുന്നു. അപ്പോഴേ അതൊരിക്കലും അതും ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗത്തിട്ടാണ്. അതിൽ മിഠായി കടലാസ്, ഒരു 14 തന്ന മിഠായി കടലാസുകളൊക്കെ ഒട്ടിച്ച് വെക്കുമായിരുന്നു. ഞങ്ങൾ ഒരിക്കൽ +2ൻ്റെ കാലത്താണ്. അപ്പോഴേ ഞാനും ആ ഒരു കുട്ടിയും കൂടി പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ അവിടെ അടിച്ചു ഞങ്ങൾ തന്നെയാണ് ആ +2 ടൈമിൽ തൂക്കുകയൊക്കെ ചെയ്യുക. അപ്പോഴവിടെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോഴതിൽ തൂത്തുമായിരിക്കും. അപ്പോഴതിൽ നിന്നൊരു കുട്ടി എനിക്കൊരു പെൻസിൽ എടുത്തു തന്നു. ഞാൻ എൻ്റെ ബുക്കിൽ അത് ഇന്നും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് നോക്കുമ്പോൾ എനിക്കൊക്കെ ഭയങ്കര സന്തോഷം. അതൊക്കെ ഒരു മെമ്മറിയാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യമാകുമ്പോൾ നമ്മൾ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ടേപ്പ് എന്നൊരു കണ്ടീഷനിലൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ സാഹചര്യത്തിലൊക്കെ എത്തുമ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ അവരുടെ ഫോട്ടോസ് ആയാലും നമ്പേഴ്സ്, നേരത്തെ പറഞ്ഞ പോലെ നമ്പേഴ്സ് ആയാലും അല്ലെങ്കിൽ അവരുടെ ഗിഫ്റ്റ് എന്തെങ്കിലും ആയാലും സൂക്ഷിച്ച് വെക്കുന്നത് അവരുടെ ഓർമ്മകൾ വീണ്ടും വീണ്ടും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കും. അപ്പോൾ അത് വീണ്ടും നമുക്ക് പെയിൻ നൽകുകയുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. പിന്നെ ചിലരുണ്ട് ഈ വല്ല തേപ്പ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആകുമ്പോൾ നമ്മൾ ആൽക്കഹോളിലേക്ക് പോവുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡ്രഗ് യൂസേജ്, സിഗരറ്റ് സ്മോക്കിങ്, അങ്ങനെ പല ഇതിലേക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും പോകാതിരിക്കാൻ നോക്കുക. അതൊക്കെ ഒരു ഒളിച്ചോട്ടമാണ്. അല്ലെങ്കിൽ നമ്മൾ ആ കാര്യം മറക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്നുള്ളൊരു തോട്ട്. പക്ഷെ അതൊരിക്കലും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാവില്ല. കാരണം അതിൻ്റെ ഹാങ് ഓവർ പോകുമ്പോൾ വീണ്ടും നമുക്ക് ആ മെമ്മറീസ് ഒക്കെ വരും. അല്ലെങ്കിൽ അത് യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് അതുമായിട്ട് അസോസിയേറ്റ് ഉള്ള ഭയങ്കര ബാഡ് തോട്ട്സ് ഒരുപാട് നമ്മുടെ ഉള്ളിലുണ്ടാവും. പിന്നെ അടുത്തൊരു പോയിന്റാണ്, സ്റ്റാറ്റസുകളെ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ. പക്ഷേ ഒരു തരത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ, നമ്മളൊരു സ്റ്റാറ്റസ് ഇടുമ്പോൾ, നമ്മുടെ ഫീലിംഗ് സ്റ്റാറ്റസ് ഇടുമ്പോൾ നമ്മളോട് ആരെങ്കിലും അത് കാണുമ്പോൾ ആരെങ്കിലും ചോദിക്കും എന്ത് പറ്റി, എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം അല്ലെങ്കിൽ സന്തോഷം വളരെ വലുതായിരിക്കും. എന്നോട് ഒരുപാട് പേര് പറയുന്നുണ്ട് നീ എന്താ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നത്, ഇങ്ങനെ വെറുപ്പിക്കുന്നത് എന്താണെന്നൊക്കെ. പക്ഷെ അത് നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് നമുക്ക് ചെയ്യുമ്പോഴതാകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എല്ലാവരും കാണിച്ചുകൊണ്ട് സ്റ്റാറ്റസ് ഇടണമെന്നല്ല. ഒരു കൂട്ടം നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ മാത്രം ഒന്ന് കാണിച്ചുകൊണ്ട് അതിൽ സെറ്റിങ്സിൽ മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടാം. അപ്പോൾ ആ സ്റ്റാറ്റസ് ഇടുമ്പോഴേ എത്ര പേര് കണ്ടു, എൻ്റെ വിഷമം ഇത്രപാട് പേര് കാണാനില്ലേ, പിന്നെ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് എന്നോട് ചോദിക്കുന്നില്ല എന്താ പറ്റിയ, എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന എത്രപാട് പേരുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നമ്മുടെ ഉള്ളിലുണ്ടാവുകയും നമ്മുടെ വിഷമത്തിൽ ഇത്തിരി ഒരു ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ സ്റ്റാറ്റസ് ഇടലുണ്ട്. ഞാൻ എൻ്റെ വിഷമമായാലും സന്തോഷമായാലും ഒക്കെ ഞാൻ സ്റ്റാറ്റസ് ഇടും. എന്നാലും എന്നോട് ചില ഫ്രണ്ട്സ്, എൻ്റെ നല്ല ഫ്രണ്ട്സ് തന്നെയാണ്, എന്നാലും എന്നോട് ചോദിക്കും എന്തിനാണ് ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ട് വഹിപ്പിക്കുന്നത്, നിൻ്റെ ഫീലിങ്സ് എന്തിനാ പബ്ലിക് ആക്കുന്നതെന്നൊക്കെ. പക്ഷെ എന്നാലും എനിക്ക് അവരോട് പറയാനുള്ളത്, എനിക്കത് ആശ്വാസമാണ് അല്ലെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. എല്ലാവരും കാണിച്ചു തരണമെന്നല്ല, വേണമെങ്കിൽ. എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. പിന്നെ ഉള്ള കാര്യമാണ്, ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞാൽ, ഒരു തേപ്പ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു വിരഹം വന്നാൽ അപ്പോൾ നമ്മുടെ മനസ്സിലെത്തുന്നത് അവളില്ലാതെ അല്ലെങ്കിൽ അവനില്ലാതെ ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഉള്ളൊരു തോട്ട്സ് ഉണ്ടാവും. എന്ന് വെച്ചാൽ സൂയിസൈഡിലേക്ക് വരെ പോകുന്ന ഒരുപാട് കേസസ് ഉണ്ട്. പക്ഷെ അതൊരു എടുത്തുചാട്ടം മാത്രമാണ്. കാരണം നമ്മുടെ മനുഷ്യരുടെ ഒരു സ്വഭാവം വെച്ചിട്ട് നമ്മൾ സ്വയം സ്നേഹിക്കുന്നതിനേക്കാൾ നമ്മുടെ ബോഡി, നമ്മുടെ സൗന്ദര്യം അല്ലെങ്കിൽ നമ്മുടെ ജീവനെ സ്നേഹിക്കുന്ന അത്ര ഒരിക്കലും മറ്റൊരാളെ സ്നേഹിക്കുന്നില്ല. നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്തെന്നാൽ അവരുടെ സന്തോഷം നമുക്ക് സന്തോഷം നൽകുന്നത് കൊണ്ട് മാത്രം, അവരുടെ സന്തോഷം നമുക്ക് സന്തോഷം തരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ മറ്റൊരാളെ നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ട് ഒരിക്കലുമല്ല. അപ്പോൾ അത്തരം ചിന്തകൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. നമ്മളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. മറ്റുള്ളവരുടെ സന്തോഷം നമുക്ക് സന്തോഷം നൽകുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അവരുടെ സ്ഥാനം അവർക്ക് ഉണ്ട്, ഒരു ഹൈ സ്പേസ് അവർക്ക് ഉണ്ട്. പക്ഷെ ഒരിക്കലും നമ്മുടെ സ്വന്തം ജീവനേക്കാൾ വലുതല്ല അവരുടെ സ്നേഹം, അല്ലെങ്കിൽ അവരെ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മളെക്കാൾ വലുതായിട്ടല്ല എന്നൊരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാവണം.
പിന്നെ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ള മാറ്റങ്ങളാണ്. അതായത് ഈ സ്നേഹത്തിൻ്റെയും ബന്ധങ്ങളുടെയൊക്കെ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ആഴം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരും ബിസി ലൈഫാണ്, എല്ലാവരും തിടുക്കത്തിലാണ്. ഒരാൾ പോയാൽ മറ്റൊരു ഇത് ഒരു റിലേഷൻസ് മാറി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇത് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷൻ്റെ ഒരു ഇതാണെന്ന് നമ്മൾ അംഗീകരിക്കണം. ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണ്. ഇതിനു വേണ്ടി നമ്മൾ ജീവനൊന്നും കളയേണ്ട ഒരു ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അവസാനമായിട്ട് നമ്മൾ മിക്കവാറും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, ഒരു റിലേഷൻ പൊട്ടിയാൽ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആയാലും ഒരു തേപ്പ് കിട്ടിയാൽ നമ്മൾ പെട്ടെന്ന് എടുത്തിയാടി മറ്റൊരു റിലേഷനിലേക്ക് പോകുന്നത്. പക്ഷെ അത് ഒരിക്കലും നമുക്ക് സ്യൂട്ട് ചെയ്യുന്നതല്ല, നമുക്ക് ഒരിക്കലും ഫേവർ ചെയ്യുന്നതല്ല. കാരണം നമ്മൾ തിടുക്കത്തിലെടുക്കുന്ന അല്ലെങ്കിൽ ഒരു വിഷമത്തിൽ നമ്മൾ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ വിട്ടകന്നിട്ട് നമുക്കുണ്ടാകുന്ന പെയിന് വളരെ അധികമായിരിക്കും. അപ്പോൾ ആ പെയിനിൽ അല്ലെങ്കിൽ ആ വേദനയിൽ ആ സങ്കടത്തിൽ പെട്ടെന്ന് എടുത്ത് ചാടിയിട്ട് മറ്റൊരു റിലേഷനിലേക്ക് പോയാലും നമ്മളത് ചുമ്മാ ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രം അല്ലെങ്കിൽ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ടെൻഡൻസി ആയിരിക്കും അത് പിന്നീട് നമുക്കത് പെട്ടുപോകും. അല്ലെങ്കിൽ അവിടേക്ക് പെട്ടുപോയാലും നമ്മുടെ ജീവിതം അവിടെ വെച്ച് വലിക്കാൻ തുടങ്ങും. നമുക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു റിലേഷനിലേക്ക് അത് കടന്നു പോകും. പിന്നെ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് ഒരിക്കലും ഒരു റിലേഷൻ വേണ്ടെന്നല്ല, ഒരു പെണ്ണ് എപ്പോഴും എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ ആണെന്നല്ല, അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളും ഒരുപോലെ ആണെന്നല്ല. ഒരു ടൈം കൊടുക്കുക. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ടൈം കൊടുക്കുക. എന്നിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ നിങ്ങൾ കണ്ടെത്തിയാൽ ഒരു റിലേഷനിലേക്ക് പോകുന്നതുകൊണ്ട് ഒരു തെറ്റില്ല. എടുത്തിയാടി പോകുന്നതിന് പകരം ഒരു ടൈം കൊടുത്തിട്ട് മറ്റൊരു റിലേഷനിലേക്ക് പോകുക. അല്ലാണ്ട് ഒരു റിലേഷൻ മറ്റൊരു റിലേഷൻ അങ്ങനെ ചാടി പോകുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ വില പോവുകയും ചെയ്യും. നമ്മുടെ മറ്റുള്ളവർ നമ്മളെ പറ്റി ആലോചിക്കുന്ന കാര്യമല്ല, നമ്മുടെ ഉള്ളിൽ നമ്മോട് തന്നെയുള്ളൊരു വില പോവുകയും അത് ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴും മനസ്സിൽ വിചാരിക്കും. നമ്മളൊരു റിലേഷൻ തുടങ്ങുന്നതിന്റെ മുമ്പേയും ഒരു റിലേഷനിൽ നിങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഒരു റിലേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ പൊട്ടി നിങ്ങൾ നിൽക്കുന്ന സമയത്താണെങ്കിലും ഇതൊക്കെ ആലോചിക്കുക. നമ്മളെ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാത്ത നമ്മളെ വഞ്ചിച്ച ഒരാൾക്ക് വേണ്ടി ഒരിക്കലും നഷ്ടപ്പെടുത്താനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം നമുക്ക് ജീവിക്കാനുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനാണെങ്കിൽ അങ്ങനെ അവർക്ക് വേണ്ടി ജീവിക്കാനുള്ളതാണ്. അല്ലാതെ ഇങ്ങനെ നഷ്ടപ്പെടുത്തി ഒരു ആത്മഹത്യയിലൂടെയോ അല്ലെങ്കിൽ ഒരു കള്ളുകൂടിയിലൂടെ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിലൂടെ നഷ്ടപ്പെടുത്താനുള്ളതല്ല ഒരിക്കലും നമ്മുടെ ജീവിതം. നമ്മൾ മാക്സിമം പോയാലും ഒരു 80 years വരെയൊക്കെ ഇപ്പോഴൊക്കെ ആൾക്കാരൊക്കെ ജീവിച്ചിരിക്കുന്നു. അതിൽ 20-25 കൊല്ലം പഠിപ്പിലൂടെ പോകുന്നു. പിന്നെ ജോലി, ഒരു കുടുംബം കെട്ടിപ്പടുത്ത 20-25 കൊല്ലം. പിന്നെ വയസ്സായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് പിന്നെയും സമയം. ആകെ ഇത്രയും നമ്മുടെ ജീവിതമുള്ളൂ. അപ്പോൾ ആ ജീവിതം ഒരിക്കലും മറ്റൊരാൾക്ക് വേണ്ടി, മറ്റൊരാൾ നമ്മളെ സ്നേഹിക്കാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നൽകാതിരിക്കുക. നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം തന്നെ നൽകുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മളെ സ്നേഹിക്കാത്ത ഒരാൾക്ക് വേണ്ടി, നമ്മളെ മനസ്സിലാക്കാതിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി ഒരിക്കലും നമ്മുടെ ജീവിതം നൽകേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണുന്നവരെ ഗുഡ് ബൈ. സൈനിങ് ഓഫ്. ബൈ.